ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതെ പോലീസല്ല കൊണ്ടുപോകുന്നത്, ഗവൺമെന്റ് അല്ല കൊണ്ടുപോകുന്നത്. പ്രതിപക്ഷത്തിന് വേണ്ടി മാത്രം ആഗോള അയ്യപ്പ സംഗമം സമൂഹത്തിനകത്ത് വലിയ തോതിലുള്ള സമ്മതി ഉണ്ടാക്കിയപ്പോൾ അതിൽ അട്ടിമറിക്കാൻ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് സാർ, സ്വർണം കട്ടിട്ടുള്ളത് ആരാണ് എന്നറിയാവുന്ന ആളുകളാണ് ഈ ബാനറും പിടിച്ച് ഇവിടെ നിൽക്കുന്നത്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു സ്വർണത്തിന്റെ ഭാഗം കാണാനില്ല. പ്രതിപക്ഷം പിന്തുണച്ചു. എവിടെ നിന്ന് കിട്ടി സാർ സ്വർണത്തിന്റെ ഭാഗം? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കേരളത്തിലെ പോലീസ് പിടിച്ചെടുത്തപ്പോ അതിന്റെ ആദ്യത്തെ മഞ്ഞുമലയുടെ മുകൾ വശം പ്രത്യക്ഷമായി. ഞങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാർ. ആ അന്വേഷണം ഇപ്പൊ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സാർ? ലോകത്താദ്യമായി കോൺക്രീറ്റുള്ള സ്വർണ്ണക്കൊടി മരം ചിബല് പിടിച്ചു എന്ന് കണ്ടെത്തിയ അസാധാരണ വൈഭവമുള്ള ആളുകളാണ് സാർ കോൺഗ്രസുകാർ. അപ്പൊ അതെല്ലാം സമൂഹത്തിൽ ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ആദ്യത്തെ ദിവസത്തോട് പറഞ്ഞു നിങ്ങളുടെ സമരം ഹൈക്കോടതിക്കെതിരാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവ് പറയാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞാൽ അതൊക്കെ ഇവന് വിലയുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരാൾ പൊതു ചുമതല വഹിക്കുന്നതിനാൽ ഹൈക്കോടതിയെ കുറിച്ചോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ചോ ഇത്രയും തരം താണ അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇവർ ഹൈക്കോടതിയെ ഭയപ്പെടുന്നു. ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന്റെ നരേറ്റീവ് കേരളീയ സമൂഹം തിരിച്ചറിയും. അദ്ദേഹം വളരെ സത്യസന്ധമായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങളുടെ നരേറ്റീവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു. അടുത്ത നരേറ്റീവ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നരേറ്റീവ് കൃത്രിമം നിറഞ്ഞ നരേറ്റീവ് കേരളത്തിൽ ചെലവാകില്ല എന്നുള്ളത് പ്രത്യേകമായി ഈ സഭയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓർഡർ ഓർഡർ. ഈ സഭക്കകത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച MLA-മാരുടെ നടപടി ശരിയായില്ല. ശ്രീമതി യു പ്രതിഭ, ബഹുമാനപ്പെട്ട മതി ശ്രീമതി യു പ്രതിഭ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി. യു പ്രതിഭ. യാതൊരു വിഷയവുമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമര ആഭാസങ്ങൾക്കാണ് നമ്മുടെ സഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം BJPക്ക് വേണ്ടിയാണ് സാർ ജോലി ചെയ്യുന്നത്. സാർ, കേന്ദ്ര ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു സാർ. ആ ബജറ്റിനെ പറ്റി ഒരു അക്ഷരം പോലും ചർച്ച ചെയ്യാതെ ഈ സഭയ്ക്കകത്ത് വന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും നേരത്തെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ സാർ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ സാർ ഈ നാണം കെട്ട സമരം ഈ പ്രതിപക്ഷം ഈ സഭയ്ക്കകത്ത് ചെയ്യുന്ന സാർ കേരളത്തിലെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സാർ, ഒരു ദശാബ്ദ കാലത്തോളം നീണ്ടു നിന്ന സാർ എന്താണ് സാർ ഈ കാണിക്കുന്നത്? സാർ കുറുക്കന്റെ തല താൽക്കാലികമായി സഭ വീണ്ടും നിർത്തിവെക്കണം. പ്ലീസ്. പ്രതിപക്ഷം ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സർ. വിഷയദാരിദ്ര്യം മൂലം ഇന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്തൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത്. എല്ലാ ദിവസവും അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് വെല്ലിലിറങ്ങി കാണിക്കുന്ന ഈ അതിക്രമം ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് 2 കരണക്കുറ്റിക്ക് മാറി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർക്ക് പ്രഹരമേറ്റുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലേറ്റ പ്രഹരം സ്പ്രിംഗ്ലർ കേസിലാണ്. സ്പ്രിംഗ്ലർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിപ്പിടിച്ച ആരോപണമായിരുന്നില്ലേ? എന്താ ഈ സ്പ്രിംഗ്ലറിന്റെ കഥ? എന്നിട്ടൊരു പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. അപ്പോ കോടതിയിൽ തോറ്റാൽ നിയമസഭയിൽ എന്നതാണോ സ്ഥിതി?
കോടതിയിൽ തോറ്റാൽ നിയമസഭയിലാണോ? അതാണ് സാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒളിഞ്ഞതിന്റെ ജാള്യമാണ്. അതാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാനറും കൊണ്ട് സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിക്കുകയാണ്. സാർ അവരുടെ ആവശ്യം എന്താണ് സാർ? ഒരു ആവശ്യം വേണമല്ലോ സാർ. യഥാർത്ഥത്തിൽ സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ, സംരക്ഷിക്കുന്ന ആരപ്പ, സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്നാണ് സാർ എഴുതി വെക്കേണ്ടത്. സാർ ഈ സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ പ്രത്യേക അന്വേഷണ സംഘം വളരെ ഗൗരവമായി തന്നെ ഇക്കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടത്തിയ സമരത്തിന് ഒരു പ്രാധാന്യവും മാധ്യമങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ അവറിൽ ഈ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സാർ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിൽപ്പെട്ട MLA-മാരെ വിളിച്ച് ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. മുകളിലോട്ട് കയറി സ്പീക്കർ അടുത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ക്ലാസ് നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ പത്രങ്ങൾ വാർത്ത വരൂ എന്നുള്ളത് കൊണ്ടാണ് സാർ. സാർ ഇനി എന്ത് വേണം സാർ? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹിക്കുന്ന ഒരു സഭയിൽ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ഓഫീസിന് നേരെ ചിത്രവിളി, മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കൽ, സ്പീക്കർ ആക്രമിക്കാൻ ശ്രമിക്കൽ, സാർ എന്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്?